2019 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനായ അഭിജിത്ത് ബാനർജി എക്കാലത്തും ഇന്ത്യക്കാരുടെ അഭിമാനവും ഇന്ത്യയിലെ സാധാരണക്കാരുടെ ശബ്ദവുമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹൈദരാബാദിലെ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ വളരെ ഗൗരവതരമായ ചില യാഥാർത്ഥ്യങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ രാജ്യത്ത് ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ബജറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നടത്തുന്ന ചില പ്രസംഗങ്ങളായി നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ ചുരുങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനമായ മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ തൊഴിൽ മേഖലയിലെ ആരോഗ്യകരമായ തൊഴിലിടങ്ങളുടെ വളർച്ച മുരടിച്ചു നിൽക്കുന്നു എന്ന്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നു, പണി ചെയ്യുന്ന തൊഴിലാളികൾ പ്രഷർ കുക്കറിൽ എന്ന പോലെ വലിയ തരത്തിലുള്ള വീർപ്പുമുട്ടലാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ പടിപടിയായി കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കുന്നത് വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാക്കുന്നു. രാജ്യം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി വളരുന്നുവെന്ന് ഒരു വശത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു. നോക്കൂ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ 4ാമതായി ഇന്ത്യ ഉയരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ജർമ്മനിയുമായി ഒന്ന് തട്ടിച്ചു നോക്കാം ഇന്ത്യയെ. ഇന്ത്യൻ ജനസംഖ്യയുടെ 20% മാത്രമാണ് ജർമ്മനിയിലെ ജനങ്ങളുടെ ആകെ എണ്ണം. എന്നാൽ ഓരോ ജർമ്മൻകാരനും വാർഷിക വരുമാനമായി അയാൾക്ക് ലഭിക്കുന്നത് ഏകദേശം 56,000 മുതൽ 60,000 ഡോളറാണ്. 141 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്ത് പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും ഒരു വർഷം ലഭിക്കുന്ന വാർഷിക വരുമാനം $2,800 മുതൽ $2,900 മാത്രമാണെന്ന് പറയുമ്പോൾ ജർമ്മൻകാരൻ്റെ ജീവിത നിലവാരത്തെക്കാൾ, ജർമ്മൻകാരൻ്റെ ജീവിത വരുമാനത്തെക്കാൾ ഇന്ത്യക്കാരുടെ വരുമാനം 20% മാത്രമാണെന്നിരിക്കെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി വളരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്തർത്ഥം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വലിയ സ്വത്തുക്കൾ ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്ന അനാരോഗ്യകരമായ സമീപനം, അധികാര കേന്ദ്രീകരണം, തൊഴിലാളികളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിൽ വലിയ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നത് സാധാരണ ഇന്ത്യക്കാരനല്ല, ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ നോബൽ സമ്മാന ജേതാവായ അഭിഷേക് ബാനർജിയാണ്.